ദുബായിൽ വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ബക്ലാവ കഴിക്കുന്നത്. എന്തിന്? ബക്ലാവ എന്നുള്ള നെയിം കേൾക്കുന്നത് തന്നെ ഇവിടെ വന്നതിന് ശേഷമാണ്. നമ്മുടെ നാട്ടിൽ ഇതൊരു കോമൺ ഡെസേർട്ട് അല്ലാത്തത് കൊണ്ടും ഈസിലി അവൈലബിൾ അല്ലാത്തത് കൊണ്ടും ആണെന്ന് തോന്നുന്നു ഞാൻ ഇതിനെപ്പറ്റി അറിയാണ്ടിരുന്നത്. ബട്ട് ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പല വെറൈറ്റി പല ക്വാളിറ്റിയിലുള്ള ബക്ലാവാസ് ഈസിലി അവൈലബിൾ ആണ്. കുറച്ച് കോസ്റ്റ്ലിയും കൂടിയാണ്. ബട്ട് ടേസ്റ്റ് ഒരു വട്ടം കഴിച്ചാൽ നമ്മൾ അതിൻ്റെ ഫാനായി മാറും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത് ഞങ്ങളുടെ ക്ലിനിക്കിലെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു ബോക്സ് ബക്ലാവയിൽ നിന്നാണ്. അന്ന് ഞാനതിൻ്റെ ഫാനായതാണ് ഗൈസ്. ഇപ്പം ഞാനിതാ തട്ടിക്കൂട്ടായിട്ട് എൻ്റെ വീട്ടിലത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഒതൻറ്റിക് രീതിയിൽ ബക്ലാവ ഉണ്ടാക്കുന്ന വീഡിയോ അല്ല, വെറും തട്ടിക്കൂട്ട്. എനിക്ക് കഴിക്കാൻ കൊതി തോന്നുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഈസി പീസി ആയിട്ടുള്ള രീതിയാണിത്. ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്തെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന ഈ തട്ടിക്കൂട്ട് ബക്ലാവ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ആൾ തന്നെയായിരിക്കും കൂടുതലും കഴിക്കൽ. ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും അടിപൊളിയാണ്. ഒരുപാട് ലെയേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കൽ, സംഭവം അടിപൊളിയാണ്.